നമസ്കാരം. KH ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതിയ ഉച്ചഭക്ഷണ മെനു നിലവിൽ വരും. പുതിയ മെനുവിൽ ഫ്രൈഡ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് തുടങ്ങിയ പുതിയ വിഭവങ്ങൾ ഉൾപ്പെടണം. ഇവ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം. ഇവയ്ക്കൊപ്പം പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും വേണമെന്നൊരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. സ്കൂൾ അധ്യാപകർക്ക് പാമ്പ് പിടിക്കാൻ പരിശീലനം സംഘടിപ്പിക്കുന്നു. സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റിലീസ് പരീക്ഷണം നൽകുന്നത് സംബന്ധിച്ച് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമാസ്കറിയ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ പാമ്പ് കടി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ശാസ്ത്രീയമായി പാമ്പ് പിടുത്തം പരിശീലിപ്പിക്കുന്നതാണ് പരിപാടി. വനം വകുപ്പാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും കാണാതായതെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഉപകരണം കാണാതായതിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ വിലയിരുത്തൽ. ഓസിലോസ്കോപ്പ് ഉപകരണങ്ങളാണ് കാണാതായത്. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഉപകരണം. ശശി തരൂർ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയ്ക്കാണ് ഉപകരണം വാങ്ങിയത്. ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും. ആതിരപ്പള്ളി മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. വീരൻകുടി ഉന്നതിയിലാണ് സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. കുട്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വനാതിർത്തിയോട് ചേർന്ന് തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലെ വീട്ടിലാണ് പുലിയെത്തി കുട്ടിയെ ആക്രമിച്ചത്. രാത്രി 2 മണിയോടെയാണ് സംഭവം. പുലി കുട്ടിയെ കടിച്ച് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇത് കണ്ട് രക്ഷിതാക്കൾ നിലവിളിച്ചു. ബഹളം കൂടിയതോടെ കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പുലി മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വിദ്യാർത്ഥി കോട്ടയം CMS കോളേജ് വിദ്യാർത്ഥിയായ ജൂബിൻ ലാലുവാണ് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയത്. കോട്ടയം മുതൽ പനമ്പാലം വരെ 12ഓളം വാഹനങ്ങളെയാണ് ഇയാൾ ഓടിച്ച കാർ ഇടിച്ചത്. നിർത്താതെ പോയ വാഹനം നിന്നത് വഴിയരികിലെ മരത്തിലിടിച്ചായിരുന്നു. നാട്ടുകാർ പുറത്തെടുത്തപ്പോൾ ജൂബിൻ അബോധാവസ്ഥയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. അഞ്ചാലാമൂട്ടിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കല്ലുവാതിക്കൽ സ്വദേശിനി രേവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ചാത്തന്നൂർ സ്വദേശി ജിനുവിനെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് ജോലിക്ക് നിന്ന് വീട്ടിൽ കയറി രേവതിയെ കുത്തിയത്. കെയർടേക്കറായി ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പ്രതി എത്തുകയും കൊലപാതകം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതോടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് അടച്ചു. അടുത്ത മാസം 5-ാം തീയതി വരെയാണ് ക്യാമ്പസ് പൂർണ്ണമായി അടച്ചിരിക്കുന്നത്. ക്ലാസുകൾ നാളെ മുതൽ ഓൺലൈനായി നടത്തും. 5 വിദ്യാർത്ഥികൾക്ക് നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചു. പല വിദ്യാർത്ഥികളും രോഗബാധ ലക്ഷണങ്ങളുമായി തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസ് അടച്ചിരിക്കുന്നത്. രാജ്യത്തെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 67,003 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ. നിക്ഷേപങ്ങളുടെ 29% സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെന്ന് ധനകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പാർലമെൻറ്റിനെ അറിയിച്ചു. 19,329.92 കോടി രൂപയാണ് SBIയുടെ വിവിധ ബാങ്കുകളിൽ ഉള്ളത്. ലോകസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് ധനകാര്യമന്ത്രി പങ്കജ് ചൗധരി ബീഹാറിൽ വീടിനുള്ളിൽ 2 കുട്ടികളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. സഹോദരങ്ങളായ അഞ്ജലി കുമാരി, അൻഷുൽ കുമാർ എന്നിവരെയാണ് മുറിയിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജാനിപ്പുരിയിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടികൾ കിടക്കുന്ന കിടക്ക പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ മാതാവാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റഷ്യയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി ജാഗ്രത മുന്നറിയിപ്പുമായി ചില്ലി. പസഫിക് തീരത്തോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും സുനാമി സാധ്യതയുണ്ടെന്നാണ് ചിലിയുടെ മുന്നറിയിപ്പ്. തീരത്തിൻ്റെ ഭൂരിഭാഗത്തും മുന്നറിയിപ്പ് ഉയർത്തുകയും പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതിനും ചിലി ഭരണകൂടം ഉത്തരവിട്ടു. റഷ്യയിലെ ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യ, ജപ്പാൻ, ഹവായ് ദ്വീപ് തീരങ്ങളിലും
അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും ശക്തമായ സുനാമി തിരകൾ ആഞ്ഞടിച്ചിരുന്നു. നിലവിലിവിടെ സുനാമി മുന്നറിയിപ്പില്ല.